തുറമുഖ വകുപ്പിന്റെ IV ഇൻലാൻഡ് വ്യസന നിയമം കർശനമാക്കിയതിനെതിരെ ബോട്ട് തൊഴിലാളികളും ഉടമകളും ആലപ്പുഴ തുറമുഖ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആയിരക്കണക്കിന് വരുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു തൊഴിലും അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് വലിയൊരു തുക നികുതിയായും നേടിക്കൊടുക്കുന്ന ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജീവനാഡിയാണ് ഇന്ന് ഈ ഹൗസ് ബോട്ട് മേഖല എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാനത്തെ ഗവൺമെൻറ് കുറേയധികം പദ്ധതികൾ പ്രഖ്യാപിക്കുകയും കുറേയധികം പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ഇവിടെ ഈ ഹൗസ് ബോട്ട് മേഖലയെ സംബന്ധിച്ചിടത്തോളം അധികാരികളുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും കൈക്കൊള്ളുന്ന നിലപാടുകൾ ഈ വ്യവസായത്തിൻ്റെയും മേഖലയുടെയും അടിത്തറ തന്നെ ഇളക്കുന്നതാണ്. ഇന്ന് ഹൗസ് ബോട്ട് ഉടമകളെന്ന് പറഞ്ഞാൽ ചില ഉദ്യോഗസ്ഥർ ധരിക്കുന്നത് എന്തോ വലിയ കോടീശ്വരന്മാർ, കോർപ്പറേറ്റുകളാണെന്നുള്ള നിലയിലാണ്. വലിയ ധനാഢ്യന്മാരായിട്ടുള്ളവരാണ് ഇതിൻ്റെ ഉടമകളെന്നുള്ള ധാരണയാണ് പലർക്കും ഉള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, കെട്ടുതാലി വിറ്റ് അല്ലെങ്കിലുള്ള കിടപ്പാടം ബാങ്കിന് പണയം കൊടുത്ത് അല്ലെങ്കിൽ സ്ഥാപന ജംഗമ വസ്തുവായി കുടുംബ ഓഹരി കിട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടൊരു തൊഴിലെന്നുള്ള നിലയിൽ കണ്ടെത്തി അങ്ങനെ ഉപജീവനമാർഗം കണ്ടെത്തുന്ന ആൾക്കാരാണ് ഉടമകളിൽ തന്നെ മഹാഭൂരിപക്ഷം. IV നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. നിയമം കർശനമാക്കിയതോടെ ലൈസൻസ് എടുക്കാൻ വൻതുക ചിലവാക്കേണ്ട അവസ്ഥയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തൊഴിലാളികളും ഉടമകളും സമരത്തിനിറങ്ങിയത്. പരിചയസമ്പന്നരായ എല്ലാ തൊഴിലാളികൾക്കും ലൈസൻസ് നൽകണമെന്നും സമരത്തിലൂടെ ആവശ്യപ്പെട്ടു. തുറമുഖ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ PP ചിത്രഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. സംയുക്ത സമരസമിതി ചെയർമാൻ VB വിനോദ്, കേരള ഹൗസ് ബോട്ട് ആൻഡ് റിസോർട്ട് വർക്കേഴ്സ് യൂണിയൻ CITU പ്രസിഡന്റ് CK സദാശിവൻ, K പ്രസാദ്, ലൈജു മാതിരമ്പള്ളി, ജോബിൻ അക്കരക്കളം, അശോകൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി തൊഴിലാളികളും ഹൗസ് ബോട്ട്, ശിക്കാര മോട്ടോർ ബോട്ട് ഉടമകളും പങ്കെടുത്തു. IV ആക്ട് കേന്ദ്ര പട്ടികയിലേക്ക് വന്നത് 2010 മുതൽ 2021 വരെ സംസ്ഥാന പട്ടികയിലായിരുന്നു. 2021 ആയപ്പോഴേക്കും ഈ വെസൽ ആക്ട് കേന്ദ്രത്തിൻ്റെ പട്ടികയിലേക്ക് എത്തുകയുണ്ടായി. കേന്ദ്രത്തിൻ്റെ പട്ടികയിൽ എത്തിയാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. കണ്ണിൽ ചോരയില്ലാത്ത രൂപത്തിലുള്ള സമീപനം, പ്രത്യേകിച്ച് സാധാരണക്കാരോടും പാവപ്പെട്ടവരോടും ഒരു നീതിയും പുലർത്താത്ത സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ കാണിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊരു സംശയം.